തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത മനുഷ്യരെയും പ്രദേശങ്ങളെയും ഒക്കെ തന്നെ കോർണർ ചെയ്തിട്ട് ആക്രമിക്കുന്നത് ഫാസിസത്തിൻ്റെ ഒരു രീതിയാണ്. അതൊരു പുതിയ കാലത്ത് ആരംഭിച്ചതല്ല. നമുക്കറിയാം ഹിറ്റ്ലറുടെ ഒക്കെ കാലം തൊട്ട് ഫാസിസ്റ്റ് ലോകത്തുണ്ടായിട്ടുള്ള മുഴുവൻ ഫാസിസ്റ്റ് മൂവ്മെൻറ്റുകൾക്കകത്തും അത്തരം ഒരു ടെൻഡൻസി കണ്ടിട്ടുണ്ട്. വാഗ അതിർത്തിയുടെ സാങ്കല്പികമായിട്ടുള്ള അതിർത്തിക്കപ്പുറത്ത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ വെറുക്കുവാനും ആ ഒരു രാജ്യത്തുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പിന്നെ ആശയ സംവാദങ്ങളും കലാപരമായിട്ടുള്ള സംവാദങ്ങളും ഊഷ്മളതകളും ബന്ധങ്ങളും ഒക്കെ തന്നെ അവസാനിപ്പിക്കാനും ഒരുപാട് കാലങ്ങളായിട്ട് അല്ലെങ്കിൽ പതിറ്റാണ്ടുകളായിട്ട് ഫാസിസം, ഇന്ത്യയിലെ ഫാസിസം, സവർണ ഹൈന്ദവ ഫാസിസം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ രാജ്യത്തുള്ള ഫിലിം സ്റ്റാർസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിനെതിരെയോ അവരുടെ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെയോ അവരുടെ വംശീയ ഉന്മൂലനങ്ങൾക്കെതിരായിട്ടോ ഒക്കെ തന്നെ എന്തെങ്കിലും പരാമർശം നടത്തുന്ന സമയത്ത് ഈ ആളുകളോട് നേരെ പാകിസ്ഥാനിലേക്ക് പോയിക്കൊള്ളണം എന്ന് ആവർത്തിച്ച് പറയുന്നതാണ് ഇതിൻ്റെ ഇത്തരം ഒരു പിന്നെ വംശീയ വെറിയുടെ അല്ലെങ്കിൽ ന്യൂനപക്ഷ വിരുദ്ധതയുടെ ഏറ്റവും ബൃഹത്തായിട്ടുള്ള ദൃഷ്ടാന്തങ്ങൾ ഒന്നായിട്ട് എനിക്ക് തോന്നുന്നത്. മലപ്പുറം എന്ന് പറയുന്നത് ഒരുപാട് കാലങ്ങളായിട്ട് കേരളം പോലുള്ള ഈ ഒരു ഇട്ടാവട്ട സംസ്ഥാനത്തിനകത്തുള്ള ഒരു ചെറിയ ജില്ലയാണ് മലപ്പുറം. ഈ ജില്ലയുമായി ബന്ധപ്പെട്ട് നിരന്തരമായിട്ട് വലിയ ദുരൂഹതകൾ ആരോപിക്കുക. അത് ഈ പറയുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളല്ല, നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങളുടെ പ്രതിഫലനങ്ങളായിട്ടുള്ള നമ്മുടെ സാഹിത്യ സൃഷ്ടികൾ, നമ്മുടെ പിന്നെ ദൃശ്യകലാരൂപങ്ങൾ, സിനിമകൾ ഒക്കെ എടുത്ത് പരിശോധിച്ചാൽ തന്നെ മലപ്പുറത്തിനകത്ത് എന്തൊക്കെയോ വിചിത്രമായൊരു ഭാഷ, മലയാളത്തിൻ്റെ ലോകത്താർക്കും മനസ്സിലാവാത്ത സ്ലാങ്ങുകൾ സംസാരിക്കുന്ന ഭാഷ സംസാരിക്കുന്ന ഒരു പറ്റം ജനവിഭാഗം, ആ രൂപത്തിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള വേഷവിധാനമുള്ള ആളുകൾ, അങ്ങനെ മലപ്പുറത്തെ മാർജിനലൈസ് ചെയ്ത് അതിനെ കോർണർ ചെയ്ത് ഈ രൂപത്തിൽ മലപ്പുറം എന്ന് പറയുന്ന പ്രദേശത്തെ കോർണർ ചെയ്തുകൊണ്ട് അതിനെ അധിക്ഷേപിക്കുന്ന ഒരു ടെൻഡൻസി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുപാട് വർഷങ്ങളായി എന്ന് നമുക്കറിയാം. മലപ്പുറത്തെ മിനി പാകിസ്ഥാൻ എന്ന് പേരിട്ട് വിളിക്കാൻ തുടങ്ങിയത് സംഘപരിവാർ രാഷ്ട്രീയം നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് കേരളത്തിനകത്ത് ശക്തി പ്രാപിക്കാൻ തുടങ്ങിയ ശേഷമാണ്. അത് ഇവിടുത്തെ പ്രാദേശിക നേതാക്കന്മാർ മാത്രമല്ല, നമുക്കറിയാം വെങ്കയ്യ നായിഡുവിനെ പോലുള്ള ആളുകൾ, സുബ്രഹ്മണ്യൻ സ്വാമിയെ പോലുള്ള ആളുകളൊക്കെ തന്നെ മലപ്പുറത്തെ പാകിസ്ഥാൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ രാജ്യത്തിനകത്ത് തന്നെ രാജ്യത്തോട് ഭീകരയുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു ജനവിഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു ജനവിഭാഗം അധിവസിക്കുന്ന ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഏരിയ ആയിട്ട് മാറ്റി നിർത്തി അധിക്ഷേപിക്കാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി. ഇപ്പോൾ ഏറ്റവും അവസാനം ഞാൻ കേസ് കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ അദ്ദേഹം നടത്തിയിട്ടുള്ള പരാമർശം എല്ലാവരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഇതിനകം കേട്ട് കഴിഞ്ഞതും കണ്ടു കഴിഞ്ഞതും ചർച്ച ചെയ്തതൊക്കെയാണ്. അതിനകത്ത് അദ്ദേഹം പറയുന്നത് പന്നി വെറ്റുകെട്ടും പോലെ കൂട്ടും പോലെ മലപ്പുറത്തെ സ്ത്രീകൾ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു, മലപ്പുറത്തെ പുരുഷന്മാർ 3-4 ഭാര്യമാരെ വീട്ടിൽ നിർത്തിയിട്ട് ഈ പറയുന്ന രൂപത്തിൽ മനുഷ്യക്കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ഉൽപ്പാദനത്തിൻ്റെ തോത് ഒരു വലിയ രൂപത്തിലാവുന്ന സമയത്ത് ഇവർക്കൊക്കെ തന്നെ വോട്ടവകാശം കിട്ടുകയും ഇവരുടെ രാഷ്ട്രീയ അധീശത്വം, ഇവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള അധികാരങ്ങൾ സ്ഥാപിച്ചെടുക്കുന്ന രൂപത്തിൽ ഇവർ MLA-മാരെയും മറ്റു ജനപ്രതിനിധികളെയും വിജയിപ്പിച്ചു വിടുന്നു. അങ്ങനെ മലപ്പുറം അനർഹമായിട്ടുള്ള എന്തൊക്കെയോ ഭരണകൂടങ്ങളിൽ നിന്ന്, ഭരണാധികാര സ്ഥാപനങ്ങളിൽ നിന്ന്, നിയമനിർമ്മാണ സഭകളിൽ നിന്ന് മലപ്പുറം അനർഹമായ എന്തൊക്കെയോ നേടുന്നു എന്നുള്ള രൂപത്തിലുള്ള ദുരുപദിഷ്ഠിതമായിട്ടുള്ള ആരോപണങ്ങൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നു. അതിനകത്ത് ഈ മലപ്പുറത്തെ സ്ത്രീകളെ അധിക്ഷേപിച്ചത്, മുസ്ലിം സ്ത്രീകൾ പന്നി വെറ്റുകൂട്ടും പോലെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു എന്നുള്ള ആ ഒരു പരാമർശത്തിനകത്ത് അതിനകത്ത് വളരെ കൃത്യമായിട്ടുള്ള ഒരു വംശീയ വെറിയുണ്ട്. കേവലം ഒരു വർഗീയ രാഷ്ട്രീയം എന്നതിനപ്പുറത്തേക്ക് ക്രൂരത നിറഞ്ഞ ഒരു രാഷ്ട്രീയ വിന്യാസത്തിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്രതിഫലനവും അതിൻ്റെ അടയാളപ്പെടുത്തലുമുണ്ട്. അതിനകത്തുണ്ടാകുന്ന വലിയൊരു ദുരന്തം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് തോന്നുന്നു, ഞാൻ മലപ്പുറം കേരളത്തിലെ മിക്കവാറും എല്ലാ ജില്ലയിലും വ്യത്യസ്ത കാരണങ്ങളാൽ താമസിച്ചിട്ടുള്ള ഒരാളാണ്. എൻ്റെ മാതൃജില്ല കൊണ്ട് പറയല്ല, കേരളത്തിനകത്ത് ഏറ്റവും കൂടുതൽ മതസൗഹാർദ്ദത്തോടെയോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഐക്യത്തോടെയോ സഹവർത്തിത്തോടെയോ മനുഷ്യർ ജീവിക്കുന്ന ഒരു ജില്ല എന്ന് നിസ്സംശയം പറയാവുന്ന ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല. ഇവിടെ ഒരു വർഗീയ കലാപം ഉണ്ടായിട്ടില്ല. 1921 സ്വാതന്ത്ര്യ സമരമാണ് ഈ നാട്ടിൻ്റെ ഏറ്റവും അവസാനമായിട്ടുണ്ടായിട്ടുള്ള കലാപം എന്ന് പേരിട്ട് വിളിക്കാവുന്ന ഒന്ന്. അതിനുശേഷം ഒരു വർഗീയ കലാപം ഉണ്ടായിട്ടില്ല. പറയുമ്പോൾ ഇവിടെ എല്ലാ മതസ്ഥരുണ്ട്. ഇപ്പോൾ ഞാൻ ജീവിക്കുന്ന എൻ്റെ മണ്ണ് നിലമ്പൂർ എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യൻ കുടിയേറ്റ മേഖലയാണ്. ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഈ പറഞ്ഞ മതത്തിൻ്റെയോ ജാതിയുടെയോ അടിസ്ഥാനത്തിലുള്ള യാതൊരു വിധത്തിലുള്ള വംശീയ വിദ്വേഷമോ വംശവെറിയോ വർഗീയ കലാപങ്ങളോ അത്തരം സൂചനകൾ പോലുമോ മലപ്പുറം ജില്ലയിൽ ഉണ്ടായിട്ടില്ല. മറ്റു പല ജില്ലകളിലും നമുക്കത് ധാരാളമായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. കേരളത്തിൻ്റെ ഇതര പ്രദേശങ്ങളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്തരമൊരു ജില്ലയ്ക്കകത്ത് ഇങ്ങനെ യാതൊരു ദുസൂചനകളും ചരിത്രത്തിൻ്റെ വഴിയിൽ എവിടെയും കാണാത്ത, വർത്തമാനകാലത്തിൻ്റെ ഏതൊക്കെ താളുകൾ എടുത്ത് പരിശോധിച്ചാലും നമുക്ക് കാണുവാൻ സാധിക്കാത്ത ഒരു പ്രദേശത്തെ സംബന്ധിച്ച് ഈ രൂപത്തിൽ പറയുന്ന സമയത്ത് അതിനകത്ത് ഒരു വിത്ത് വിതച്ചിടാം. ഫലഭൂയിഷ്ടമായിട്ട്
വിളയുന്ന മണ്ണാണെങ്കിൽ, വർഗീയത വിളയുന്ന മണ്ണാണെങ്കിൽ അവിടെ അല്പം വിത്ത് വിതച്ചിടുക, അത് വളരുന്നെങ്കിൽ വളരട്ടെ, അത് വൻ വടവൃക്ഷങ്ങളാവുന്നെങ്കിൽ ആവട്ടെ, ആ സമയത്ത് കൊയ്ത്ത് നടത്താം എന്ന് പറയുന്ന കൃത്യമായ വർഗീയ ആക്കോടുകൂടി തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഏതെങ്കിലും ഒരു യുവജന രാഷ്ട്രീയ നേതാവിൻ്റെ ആവേശപ്രസംഗത്തിനകത്ത് സംഭവിച്ച നാക്കുപിഴയല്ലാതെ അദ്ദേഹം ഒരു ശാസ്ത്ര വിഷയത്തിൽ ഡോക്ടറേറ്റൊക്കെ ഉള്ള, അത്യാവശ്യം പ്രായമൊക്കെ ആയിട്ടുള്ള, റിട്ടയർമെൻറ്റ് ലൈഫൊക്കെ പിന്നെ മതപ്രഭാഷണങ്ങളും മറ്റും നടത്തി ആസ്വദിച്ച് ജീവിക്കുന്ന പരിണിതപ്രജ്ഞനായ ഒരു മനുഷ്യനാണ്. അത്തരമൊരു വ്യക്തികൾക്ക് ഇത്തരം പരാമർശങ്ങൾ നടത്തുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പമെന്തെന്ന് വെച്ചാൽ അത് മറ്റു പല ഏതെങ്കിലും തരത്തിലുള്ള വർഗീയ ലാക്കോടുകൂടി പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പലർക്കും അതൊരു ഊർജ്ജമാവും, ഒരു മാതൃകയാവും, ഒരു വഴികാട്ടിയാവും. അപ്പോൾ ആ ഒരു ദുസൂചനയെ മുളയിലേ നുള്ളുക എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ പരാതിക്കും എൻ്റെ ലക്ഷ്യം. അതല്ലാതെ ഞാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വക്താവോ അതിൻ്റെ പ്രവർത്തകനുമല്ല, അതിനുവേണ്ടി ചെയ്തതല്ല. എൻ്റെ നാടിൻ്റെ മുഴുവൻ അന്തസ്സും എൻ്റെ നാടിൻ്റെ ഐക്യവും മതേതരത്വവും കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്ന വളരെ സ്വാർത്ഥപരമായിട്ടുള്ള എൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളോട് തന്നെ ചെയ്തതാണ്. പിന്നെ ഞാൻ ആത്യന്തികമായ ഒരു മലപ്പുറംകാരിയുടെ മകനാണ്. എൻ്റെ മുത്തശ്ശിമാരൊക്കെ 5ഉം 8ഉം മക്കളെ പ്രസവിച്ചിട്ടുണ്ട്. എൻ്റെ നാട്ടിലെ എൻ്റെ സുഹൃത്തുക്കളുടെ, എൻ്റെ അയൽക്കാരുടെ ഒക്കെ തന്നെ പിന്നെ അമ്മമാരും മുത്തശ്ശിമാരൊക്കെ ഈ രൂപത്തിൽ മക്കളെ പ്രസവിച്ച് കൂട്ടിയിട്ടുണ്ട്. പക്ഷേ മലപ്പുറം ജില്ലയിൽ ജനസംഖ്യ കൂടിയതിൻ്റെ പേരിൽ ഏതെങ്കിലും കാലത്തൊരു ഭക്ഷ്യക്ഷാമം ഉണ്ടായതായിട്ട് ആരും കേട്ടിട്ടില്ല. മലപ്പുറം ജില്ലയിൽ ജനസംഖ്യ വർദ്ധിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ തന്നെ ഭരണകൂടങ്ങളിൽ നിന്ന് അഹിതകരമായിട്ട് എന്തെങ്കിലും നേടിയെടുത്തിട്ടില്ല. ഞങ്ങൾക്ക് ലഭിക്കേണ്ട, ജനസംഖ്യാനുപാതികമായിട്ട് ഈ ജില്ലയ്ക്ക് ലഭിക്കേണ്ട പല ആനുകൂല്യങ്ങളും സഹായങ്ങളും ഭരണകൂടങ്ങളിൽ നിന്ന് ലഭിക്കേണ്ടുന്ന പങ്കാളിത്തവും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഡാറ്റകൾ സത്യസന്ധമായിട്ട് പരിശോധിക്കുന്ന സമയത്ത് വസ്തുതാപരമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക. അതുമാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ